മുഖത്ത് ഈ കാണുന്ന നിരാശ എന്താണെന്നറിയാവോ? ഞാൻ ഇത്ര ദിവസമായിട്ടും ഇത് കണ്ടുപിടിച്ചില്ലല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് കണ്ടില്ലല്ലോ എന്നതിന് ഭയങ്കര വലിയ നിരാശ. കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആലപ്പുഴയ്ക്ക് പോവാണ്. ഇനി ഇത് കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം, ഇപ്പം എന്തിനാ എൻ്റെ മുന്നിൽ വന്ന് നിന്നത് എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഒരു ചായ ലവറാണ്. കൊച്ചിയിലെ ഭയങ്കര സൂപ്പറായിട്ട് ചായ കിട്ടുന്ന ഒരു ബെസ്റ്റ് ടീ സ്പോട്ട് കിട്ടി. അതും ആരും പറഞ്ഞിട്ടൊന്നും ചെന്നല്ല, ജസ്റ്റ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര തിരക്ക്. എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടെ നിർത്തി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷേ അവിടെ കയറിയ സമയത്താണ് ഇവിടുത്തെ ചായ ഭയങ്കര സൂപ്പർ ആയതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നതെന്ന് മനസ്സിലായത്. എല്ലാം സെൽഫ് ഡെലിവറി ആണ്. നമ്മൾ ആദ്യം തന്നെ പൈസ എടുക്കണം. പിന്നെ വലിയ സെറ്റപ്പായിട്ട് ഇരിക്കാനുള്ളൊരു ഡൈനിങ് സാധനങ്ങളൊന്നുമില്ല, നമ്മൾ നിന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഭയങ്കര നല്ല സൂപ്പർ ചായയാണ്. ചാരിയേറ്റ് എന്നാണ് അതിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അതുപോലെ തന്നെ അവിടുന്ന് വെജ് റോളും പിന്നെ വടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. വട ആൻഡ് ചമ്മന്തി അവിടുത്തെ സൂപ്പർ നല്ല കോംബോ ആണ്. പക്ഷേ ഈ വെജ് റോളിൽ ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല. കാരണം വെജിറ്റേറിയൻ ആയതുകൊണ്ടായിരിക്കാം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വെജിറ്റേറിയൻ ആണെന്നല്ല, റോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ റോൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തത്. പക്ഷെ വല്ലാത്ത ഹെൽത്തി ആയിപ്പോയി. പക്ഷേ ഞാൻ ആ ചായ ആസ്വദിച്ച് കുടിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? സൂപ്പർ.